കാര്യങ്ങൾ ചില സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ സംസാരം അതിരുവിട്ടു പോവാറുണ്ട്. എന്നിരുന്നാൽ പോലും അദ്ദേഹം പറയുന്ന നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു കർക്കശക്കാരനായ ഒരു നല്ലൊരു നേതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പി സി ജോർജിനെ പറയാം. അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയുകയും പല കാര്യങ്ങളും അദ്ദേഹം തുറന്നടിക്കുകയും അത് ഏതൊരു ജാതി, ഏതൊരു മതമോ അല്ലെങ്കിൽ ഏതൊരു പാർട്ടിയാണെന്ന് നോക്കാതെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളതാണെങ്കിൽ അദ്ദേഹം അങ്ങനെ പറയും, ഇനിയും വേറെ പാർട്ടിയിലുള്ളതാണെങ്കിൽ അതിനെയും അദ്ദേഹം വിമർശിച്ചുകൊണ്ട് സംസാരിക്കാറുള്ള ഒരു നല്ലൊരു നേതാവാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു നേതാവിനെ കൊടുക്കാനായിട്ട് നമ്മുടെ സർക്കാരിന്റെ ഒരു ത്വര കാരണം ഉണ്ടായൊരു പ്രശ്നമാണോ ഇത്? അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഉത്തരം പറയാൻ പറ്റുക? നമുക്കറിയാം, മുസ്ലിങ്ങൾക്കെതിരെ പി സി ജോർജ് ഒരു വിദ്വേഷ പരാമർശം നടത്തുകയും കഴിഞ്ഞ മാസം ജനം ടി വിയിൽ നടന്നൊരു ചർച്ചയ്ക്കിടെ നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം മുസ്ലിങ്ങളും അതേപോലെ പല സംഘടനകളിൽപ്പെട്ട ആളുകളും ഇനി നമ്മുടെ സർക്കാരായിക്കോട്ടെ എല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിലും പി സി ജോർജിനെതിരെ നമുക്കറിയാം, ഇതിനു മുൻപും പി സി ജോർജിനെതിരെ പല